നാളെ കർക്കിടകം 32, കർക്കിടക മാസത്തിലെ അവസാനത്തെ ദിവസമാണ്. എല്ലാവരും രാമായണം വായിച്ചു കഴിഞ്ഞ് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നാളെ ഒരു ദിവസം കൂടെ ഉണ്ട്, തീരാത്തവർക്ക് തീർക്കാൻ ആ ഒരു ദിവസം കൂടെ ഉണ്ട്. അപ്പം ഞാൻ എല്ലാം വായിച്ച് തീർന്നായിരുന്നെന്ന് ഞാൻ പറഞ്ഞു, തീർന്നു. വീണ്ടും സുന്ദരകാന്ഡം വായിച്ചു. അപ്പോൾ ഇനിയും ഇന്ന് നാളെയും കൂടെയൊക്കെ ആകുമ്പോൾ അത് വീണ്ടും വായിച്ചു തീരും. പിന്നെ ഇനി ഞാൻ എന്താണ് ചെയ്യുന്നത് 32-ാം ദിവസമെന്ന് ഞാൻ പറഞ്ഞു തരാം. എന്നോട് എൻ്റെ എല്ലാ വീഡിയോകളും കണ്ട ഒരാൾ പ്രിയ ഷിബു എന്ന ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ലാസ്റ്റ് ദിവസം ചെയ്യേണ്ടത് എന്ന്, എന്തെങ്കിലും മധുരമൊക്കെ വെച്ച് പൂജിക്കേണ്ടതുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നും വേണമെന്നില്ല, നമ്മൾ വായിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ ചെയ്യുന്നത് നമ്മൾ 32-ാമത്തെ ദിവസം വായിക്കാനുള്ളത്, ഞാൻ ഒരു വട്ടം രാമായണം എല്ലാം വായിച്ചു കഴിഞ്ഞു. പിന്നീട് സുന്ദരകാന്ഡം മുടങ്ങാതിരിക്കാൻ വേണ്ടി സുന്ദരകാന്ഡം വീണ്ടും വായിച്ചു കഴിഞ്ഞു. അങ്ങനെ വായിച്ച് നാളെ ആകുമ്പോൾ 32-ാം ദിവസമാകും, അവസാനത്തെ ദിവസമാകും. അപ്പം ഞാൻ നാളെ വായിക്കേണ്ടുന്ന ഭാഗം, അപ്പം സുന്ദരകാന്ഡവും വായിച്ചു കഴിഞ്ഞതിനാൽ ഞാൻ 32-ാമത്തെ ദിവസം വായിക്കുന്നത് നമ്മുടെ രാജ്യാഭിഷേകം എന്ന് പറയുന്ന ആ ഭാഗം വായിക്കും. പേജ് നമ്പർ 214 ഈ രാജ്യാഭിഷേകം കണ്ടോ, ഇവിടെ മുതൽ യുദ്ധകാന്ഡം തീരുന്നത് വരെ ഞാൻ വീണ്ടും ഒന്നുകൂടി വായിക്കും. ഈ 32-ാമത്തെ ദിവസം അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇത്രയും വായിച്ചതിന് ശേഷം ഞാൻ ഒരു പിടി തുളസിപ്പൂവോ തെറ്റിപ്പൂവോ എടുത്തുകൊണ്ട് വന്ന്, കാരണം വേറെ ഏത് പൂവാണെങ്കിലും ഇതിനകത്തിരുന്ന് കേടായി പോകും. പക്ഷേ തെറ്റിപ്പൂവോ തുളസിപ്പൂവോ ആണെങ്കിൽ കേടാവാതെ എത്ര നാൾ വേണമെങ്കിലും ഇതിനകത്ത് തന്നെ ഇരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ വീഡിയോകൾ ചെയ്യുമ്പം ഇതിനകത്ത് എവിടെ ഉണ്ട് ഒരു തെറ്റിപ്പൂ ഉണ്ടായിരുന്നു. അത് ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ വെച്ചതാണ്. അപ്പോൾ 32-ാമത്തെ ദിവസം നമ്മളിത് വായിച്ചു കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, അത് മടക്കി വെക്കുമ്പോൾ ഞാൻ ആ ഒരു പിടി പൂവെടുത്ത് ഏതെങ്കിലും ഒരു ഭാഗം, നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ട് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട്, നമ്മൾ നോക്കാതെ ആ പൂവ് ഞാൻ അതിന് അകത്തോട്ടിങ്ങനെ വെച്ചിട്ട് അടച്ച് വെക്കും. വിളക്ക് എത്തിച്ചെടുത്ത് തന്നെ ഞാനിങ്ങനെ അടച്ച് വെക്കും. പൂ ഇതിനകത്തിരിക്കുവാണ്. അപ്പം ഞാൻ വെച്ച പൂവ് തുളസിയോ തെറ്റിയോ ഏതോ ആയിക്കോട്ടെ, അത് ഞാൻ ഇതിനകത്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയോ, ഞാൻ അന്നല്ല എടുക്കുന്നത് കേട്ടോ, 1-ാം തീയതി രാവിലെ. ഇതൊക്കെ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ചിങ്ങമാസം 1-ാം തീയതി രാവിലെ ഞാൻ കുളിച്ച് വിളക്ക് എത്തിച്ചു കഴിയുമ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ഒരു മാസം കൊണ്ട് വായിച്ച രാമായണം, അതിന് എനിക്ക് ഭഗവാൻ എന്താണ് തന്നത്, അതാണ് ഞാൻ ആ പൂ വെച്ചിരിക്കുന്ന പേജിൽ, എന്താണോ ഉള്ളത് ആ പൂ വെച്ചിരിക്കുന്ന പേജിൽ, അതാണ് എനിക്ക് ഭഗവാൻ തന്ന അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ എല്ലാ വർഷവും ചെയ്തു വരുന്ന കാര്യമാണ് ഇത്. അപ്പം നമ്മൾ അങ്ങനെ പൂ വെച്ചു, നമ്മളപ്പോൾ അങ്ങനെ പൂ വെച്ചത് ഈ പേജിലാണെന്നിരിക്കട്ടെ. അപ്പം നമുക്ക് എന്ത് ചെയ്തു, നമ്മൾ ഈ പേജിൽ നമ്മൾ വെച്ച ആ പൂ ഇരിക്കുകയാണ്. അപ്പം നമ്മൾ 1-ാം തീയതി രാവിലെ കുളിച്ചിട്ട് വന്ന് വിളക്കും കത്തിച്ചിട്ട് നമ്മൾ നോക്കി, നമ്മൾ വെച്ചിരിക്കുന്ന പൂ എവിടെയാണെന്ന് നോക്കി നമ്മൾ ആ പേജെടുത്ത് നോക്കിയതിന് ശേഷം ഇടത്തുവശത്ത് നിന്നും 7 വരി വിട്ടു. 1 2 3 4 5 6 7 വരി വിട്ടതിന് ശേഷം ഇവിടെ നിന്നോട്ട് വായിക്കുന്നു. അപ്പം ഇവിടെ എന്താണ് വന്നത്, ഏത് ഭാഗമാണ് വന്നത്, അതാണ് എനിക്ക് ഭഗവാൻ തന്ന അനുഗ്രഹമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഈ വായിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന കാര്യമാണ് ഇത്. ഞാനൊരു വെറുതെ ഒരു ഊഹത്തിന് അങ്ങനെ പറയുന്ന അല്ല. എൻ്റെ മുത്തശ്ശൻ പറയാറുണ്ട്, എൻ്റെ മുത്തശ്ശൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പം മുത്തശ്ശൻ ഇങ്ങനെ ഞാൻ ചെയ്യുന്ന ഒരുപാട് പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. മുത്തശ്ശൻ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞ് അവസാനത്തെ ദിവസം ഇങ്ങനെ പൂ കൊണ്ടുവരികയും എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ വെക്കുകയൊക്കെ ചെയ്യുന്നതും, പിന്നെ 1-ാം തീയതി രാവിലെ അത് എടുത്തിങ്ങനെ ചെയ്യുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഈ കർക്കിടക മാസം അവസാനത്തെ ദിവസമാണോ മുത്തശ്ശൻ ഇങ്ങനെ ചെയ്യുന്നത്, അതോ ചിങ്ങമാസത്തിൽ തുടങ്ങുന്ന 1-ാം തീയതിയാണോ എന്ന് അതെനിക്ക് കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എൻ്റെ മുത്തശ്ശൻ മരിച്ചിട്ട് ഇപ്പം 10-23 വർഷമായി. അത് കാരണം എനിക്കത്രയും അങ്ങോട്ട് ഓർമ്മയില്ല ആ കാര്യം. പക്ഷേ ഞാനായിട്ടങ്ങ് തുടങ്ങിയതാണ്. ഇപ്പം 1-ാം തീയതി രാവിലെ, കഴിഞ്ഞ ഒരു മാസം വായിച്ചതിൻ്റെ ഫലം എന്താണെന്ന് 1-ാം തീയതി രാവിലെ നോക്കാമെന്ന് വിചാരിച്ച് രാവിലെ കുളി കഴിഞ്ഞിങ്ങനെ തുടങ്ങിയതാണ്. അപ്പം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു ഹെഡിങ് എടുത്തു വെച്ചത്, നമുക്ക് ഏത് ഭാഗമാണ് നമുക്ക് വന്നത്. അപ്പം ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് സീതാ ഹനുമൽ സംവാദം, അതാണ് വന്നത് കണ്ടോ. അപ്പം സീതയും ഹനുമാനും തമ്മിലുള്ള സംവാദമാണ്. അപ്പോൾ അത് വായിച്ചു നോക്കുമ്പം എന്താണോ അതിനകത്ത് വരുന്നത്, അതാണ് നമുക്ക് ദൈവം തന്ന ഫലം. എനിക്ക് കഴിഞ്ഞ വർഷം വന്നത് ശ്രീരാമനും ഹനുമാനും കൂടെയുള്ള
സംവാദമായിരുന്നു. അതായത് ഹനുമാൻ സ്വാമിയോട് ശ്രീരാമദേവൻ ഇങ്ങനെ ഓരോ ഉപദേശങ്ങളും ഒക്കെ കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന, നമ്മൾ ഭഗവാനെ വിളിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങൾ മാറ്റിത്തരുന്നെന്നും, പിന്നെ ആ ഒരു എത്ര ഭഗവാനെ വിളിച്ചാലും ചില കാര്യങ്ങൾ വരുത്താതിരിക്കാൻ നമ്മൾ അനുഭവിക്കുക തന്നെ വേണം. പക്ഷേ നമ്മൾ ആ ദൈവത്തിനെ വിളിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ തീവ്രത കുറഞ്ഞിരിക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം, അങ്ങനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്ന ശ്രീരാമദേവനും ഹനുമാൻ സ്വാമിയും കൂടെ ഉള്ള ഒരു ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാമല്ലോ. ആ ഭാഗം ഇതിനകത്തുണ്ടായിരുന്നു. ആ ഭാഗമായിരുന്നു എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നത്. അതായത് അതെന്നോട് പറയുന്നത് പോലെയാണ് ഞാൻ കരുതിയത്. കാര്യം നമ്മൾ ചിലപ്പോൾ നമ്മളങ്ങ് സങ്കടപ്പെട്ടു പോകും. നമുക്ക് ഒരുപാട് നമ്മൾ ദൈവത്തിനെ വിളിച്ചിട്ടും അയ്യോ ഞാൻ ഇത്രയൊക്കെ ദൈവത്തിനെ വിളിച്ചിട്ടും എനിക്ക് പ്രയോജനം കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ നമുക്ക് വരുത്താനുള്ളത് വരുത്താതിരിക്കാനൊന്നും ദൈവത്തിനെ കൊണ്ട് പോലും പറ്റില്ല. പക്ഷേ നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നത് കൊണ്ട് നമുക്കതിൻ്റെ തീവ്രത കുറഞ്ഞു കിട്ടും എന്ന് ഉപദേശിക്കുന്ന ഭാഗമായിരുന്നു എനിക്ക് കിട്ടിയത്. അപ്പം ഞാനത് എന്നോട് ഭഗവാൻ പറയുന്നത് പോലെ തന്നെ വിശ്വസിച്ച് ഞാൻ അങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം ഇനി ഈ മാസം എന്താണ് കിട്ടുന്നതെന്ന് നോക്കാം. പിന്നെ അപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അല്ലാതെ പ്രത്യേകിച്ച് എന്നോട് എൻ്റെ എല്ലാ വീഡിയോയും കണ്ട പ്രിയ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മറുപടിയായിട്ട് ഞാൻ വീഡിയോ ഇടാമെന്നും പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ പറയുകയാണ്, അങ്ങനെ ഞങ്ങളങ്ങനെ ചെയ്യാറില്ല കേട്ടോ. അങ്ങനെ മധുരമൊന്നും വെച്ച് പൂജിക്കുന്നതായിട്ട് ഞാനങ്ങനെ കേട്ടിട്ടില്ല. നമ്മൾ വായിച്ചു കഴിഞ്ഞു. പിന്നെ ഞാനിത് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്, എൻ്റെ മുത്തശ്ശൻ ചെയ്യുന്നത് കണ്ടിട്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാര്യം നമ്മൾ കഴിഞ്ഞ ഒരു മാസം വായിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, അല്ലെങ്കിൽ ഭഗവാൻ എന്താണ് നമ്മളോട് പറയാനുള്ളത് അത് നമുക്കറിയാം. ഒരു പിടി തെറ്റിപ്പൂവോ തുളസിപ്പൂവോ പറിച്ചുകൊണ്ട് വന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് വെച്ചതിന് ശേഷം നമ്മളതെടുത്ത് വായിച്ച് നോക്കാം. നിങ്ങളോട് ആരെങ്കിലും ഇനി 32-ാം തീയതി വൈകിട്ടാണ് വിളക്ക് കത്തിച്ചിട്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ 1-ാം തീയതി ചെയ്യുന്നു എന്നേ ഉള്ളൂ. പിന്നെ പിന്നെ ഇത് കണ്ടോ, അഭീഷ്ടസിദ്ധിക്കായി പാരായണം ചെയ്യേണ്ട രാമായണ ഭാഗങ്ങൾ. അപ്പം ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് 32-ാമത്തെ ദിവസം ഇതും വേണമെങ്കിലൊന്ന് വായിക്കാം. നിങ്ങൾ ബാക്കിയെല്ലാം വായിച്ചു കഴിഞ്ഞെങ്കിൽ 32-ാമത്തെ ദിവസം ഓരോ കാര്യങ്ങൾക്കും വേണ്ടി നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ച് രാമായണം വായിക്കാൻ തുടങ്ങിയത് അത് വേണമെങ്കിൽ ഒന്നും കൂടി നിങ്ങൾക്ക് 32-ാം ദിവസം വായിക്കാം. ആഗ്രഹ സാഫല്യത്തിന്, പിന്നെ സന്താനലബ്ധിക്ക്, മോക്ഷപ്രാപ്തിക്ക്, രോഗങ്ങൾ ശമിക്കുന്നതിന്, വിവാഹം നടക്കുന്നതിനും, ദമ്പതി സൗഖ്യത്തിനും, വിദ്യാവിജയത്തിലും മത്സരം ജയിക്കുന്നതിനും, സന്തതികളുടെ ഉന്നതിക്കും സൽസ്വഭാവത്തിനും, സ്ഥാനക്കയറ്റത്തിനും ഉദ്യോഗലബ്ധിക്കും, കർമ്മകൗശലത്തിന്, ചിത്തശുദ്ധിക്കും ദുസ്വപ്ന നാശത്തിനും, വേർപിരിഞ്ഞവരെ ഒരുമിച്ചു ചേർക്കാൻ, ആപത്തുക്കൾ ഒഴിവാക്കുന്നതിനും തടസ്സങ്ങൾ നീങ്ങുന്നതിനും. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും എന്തിനാണ് വായിക്കുന്നത് എന്ന് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഈ വലിയ രാമായണം വായിക്കുന്നവർക്കാണെങ്കിൽ അതിനകത്തുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. ഞാൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന രാമായണം വായിക്കുന്നവർക്കാണെങ്കിൽ അതിൻ്റെ ഫ്രണ്ട് പേജിലുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഭാഗങ്ങൾ വായിക്കാം. പിന്നെ ഞാനതല്ല വേറെയാണ് വായിക്കുന്നത് എന്നുള്ളവർക്ക് കാണാൻ വേണ്ടി ഞാനിതിൻ്റെ ഓരോ ഫോട്ടോയായിട്ട് ഇതിനകത്ത് കൊടുത്തേക്കാം. അപ്പോൾ അത് നോക്കി നിങ്ങൾ ആ ഭാഗം നോക്കി മനസ്സിലാക്കി 32-ാമത്തെ ദിവസം ഒന്നുകൂടി പ്രാർത്ഥിച്ച് നിങ്ങൾ എന്തിനാണോ എന്ത് ഉദ്ദേശിച്ചാണോ രാമായണം വായന തുടങ്ങിയത്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ സാധിക്കാനുള്ളത് അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് നോക്കി 32-ാം ദിവസം വീണ്ടും ഒന്നുകൂടെ അത് വായിക്കാവുന്നതാണ്. ബാക്കിയെല്ലാം വായിച്ചു കഴിഞ്ഞിട്ട് ഇനി എന്ത് വായിക്കും എന്നുള്ളവർക്ക് ഇതൊന്ന് വായിക്കാം. അപ്പം ഞാനതിൻ്റെ ഓരോന്നായിട്ടുള്ള ഇതേപോലത്തെ ഇതിങ്ങനെയുള്ള ഫോട്ടോ ഞാനെടുത്ത് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തേക്കാം. ആപത്തുക്കൾ ഒഴിവാക്കുന്നതിനും തടസ്സങ്ങൾ നീങ്ങുന്നതിനും യുദ്ധകാന്ഡം, വിഭീഷണൻ്റെ ശരണപ്രാപ്തി, പേജ് 162. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോന്നായിട്ട് ഫോട്ടോ എടുക്കാം. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഓരോന്നും വായിച്ച് പറയണ്ടല്ലോ, നിങ്ങൾക്ക് ആ ഫോട്ടോ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഉത്തരരാമായണത്തിൻ്റെ കാര്യം ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഞാൻ അതിൻ്റെ ഫോട്ടോകൾ എനിക്ക് കുറച്ച് കിട്ടാനുണ്ട്. അതുകൂടെ കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോയെക്കുറിച്ച് പറയാം. ഉത്തരരാമായണം ഞങ്ങളുടെ അവിടെ ആരും വായിക്കാറില്ല കേട്ടോ. എനിക്ക്
അതിനെക്കുറിച്ച് കൂടുതൽ ഞാൻ തിരക്കാനായിട്ട് ഞാൻ അന്വേഷിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീഡിയോ ഉടൻ തന്നെ ഇട്ട് തരാം ഉത്തരരാമായണത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. ഇനി അങ്ങനെയല്ല, അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഉത്തരരാമായണത്തെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമില്ല. ഞാൻ ഇതിനകത്തുണ്ട് ഉത്തരരാമായണം, പക്ഷേ അത് ഞാൻ അങ്ങനെ വായിക്കാറില്ല കേട്ടോ. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരുടെയും രാമായണം വായനയൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞല്ലോ. ഇന്ന് ഈ ഒരു 32ാമത്തെ ദിവസം കൂടെ ആകുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ അധ്യാത്മരാമായണം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. ഞാൻ പിന്നെയും പറയുവാണ്, ഞാൻ ഇതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ചെയ്തോണമെന്നല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പിന്തുടർന്ന് വരുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഞാൻ എൻ്റെ ഓരോരുത്തർക്കും ഓരോ വിശ്വാസമാണല്ലോ, അത് വെച്ചിട്ട് ഞാനിങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. പിന്നെ നാളെ മുതൽ നമ്മുടെ നേരത്തെയുള്ള കഴിഞ്ഞ ഒരു മാസമായിട്ട് നിർത്തി വെച്ചിരുന്ന നമ്മുടെ വ്ളോഗുകൾ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ഇപ്പോൾ തന്ന സപ്പോർട്ട് എനിക്ക് തുടർന്നും തരണം. നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി എത്രയും വേഗം എനിക്ക് കുറച്ചുകൂടെ വ്യൂസ് കൂടാനും പിന്നെ സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടാനും ഒക്കെ ആയിട്ട് എനിക്കും കൂടി വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പോൾ ശരി, എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.